കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കി. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ എല്ലാം വെടിവെച്ച് കൊല്ലുമെന്ന പ്രസിഡന്റിന്റെ നിലപാടിനെ തുടർന്നാണ് പദവി റദ്ദാക്കാൻ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയിലേക്ക് അധികാരം മാറ്റിയെന്ന് വനം മന്ത്രി പറഞ്ഞു. പഞ്ചായത്താണ് ഗവൺമെന്റിനെതിരെ പ്രമേയം പാസ്സാക്കിയതാണ്. എൻ്റെ അധികാരം ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ്. എൻ്റെ മീൻസ് ഒരു എയുടെ അധികാരം. ആ അധികാരം അദ്ദേഹം നിയമവിരുദ്ധമായി പ്രയോഗിക്കുമ്പോൾ കൊടുത്താക്കത് പിൻവലിക്കാനുള്ള അവകാശത്തെ ജനാധിപത്യ അവകാശവും ഭരണഘടനാപരമായ അധികാരവുമാണ്. വനംവകുപ്പിന്റേത് ധിക്കാരപരമായ നടപടിയെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കേരളത്തിൽ 941 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അവർക്ക് ഈ വൈൽഡ് ലൈഫ് ഗാർഡൻ എന്ന നിലയിൽ നാട്ടിലിറങ്ങുന്ന കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പന്നികളെ വെടിവെക്കാനുള്ള അവരുടെ അധികാരം, ആ അധികാരം എൻ്റെ അധികാരം ഒഴിവാക്കുകയാണ് വനംവകുപ്പ് ചെയ്തത്. അത് അങ്ങേയറ്റം ധിക്കാരപരമായ നടപടിയാണ്. ആ നടപടിക്കെതിരായി ശക്തമായ നിലയിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കും. ആ നടപടി സ്റ്റേ ചെയ്യും. ഈ തീരുമാനമല്ല വനംവകുപ്പ് എടുക്കേണ്ടത്. ഈ പ്രശ്നങ്ങളിൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കുന്ന കൂടിയാലോചന നടത്തി ശാശ്വതമായ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കേരളത്തിലെ വനംവകുപ്പ് ചെയ്യേണ്ടത്. വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് രമ്യ ദാസാണ് നമുക്കൊപ്പം ചേരുന്നത്. രമ്യ, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ കെ സുനിലിന്റെ പ്രതികരണം വന്നിരുന്നില്ല. അദ്ദേഹം ആ തീരുമാനത്തെ നിയമപരമായി ചലഞ്ച് ചെയ്യും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന് കോടതി കയറും. തീർച്ചയായും ബിനിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായ കെ സുനിലിന്റെ പ്രതികരണം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് തൻ്റെ പക്കലുള്ള ഈ ഓണററി വാർഡൻ ലൈഫ് വാർഡൻ അധികാരം എടുത്തു കളഞ്ഞത് വനം വകുപ്പിന്റെ ധിക്കാരപരമായ നടപടിയാണ്. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുൻപും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപും പഞ്ചായത്ത് പ്രസിഡന്റായ സുനിൽകുമാറിന്റെ പ്രതികരണം ഇത് തന്നെയായിരുന്നു. ഈ നാട്ടിലിറങ്ങുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലും, അതായത് പന്നികളെ മാത്രമല്ല നാട്ടിലിറങ്ങുന്ന എല്ലാ മൃഗങ്ങളെയും, കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലും എന്നൊരു നിലപാടിൽ തന്നെയാണ് പഞ്ചായത്ത് മുൻപും നിലകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നും ഈ നിലപാട് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൈക്കൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പറഞ്ഞോളൂ രമ്യ. ഹലോ, ഓക്കെ, രമ്യയുടെ ടെലിഫോൺ ലൈനിൽ കേൾക്കുന്നുണ്ടോ? പറയാം, തുടരാം രമ്യ. ബിനിൽ, ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം എടുത്തു കളഞ്ഞിരിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇത്തരത്തിൽ കേരളത്തിൽ ഏകദേശം 271 പഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തിലെല്ലാം ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമാണ് ഇത്തരത്തിൽ പ്രസിഡന്റുമാർക്ക് നൽകുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നത് കാട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന ആനയാവട്ടെ, കടുവയാകട്ടെ, പുലിയാവട്ടെ, ഏത് വന്യമൃഗം ഇറങ്ങിയാലും ഇത്തരത്തിൽ കൊല്ലുമെന്നുള്ള നിലപാട് തന്നെയായിരുന്നു, പ്രമേയമാണ് പഞ്ചായത്ത് പാസ്സാക്കിയിട്ടുള്ളത്. അന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പും സർക്കാർ നിലപാടെടുത്തത് ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കാനും നടപടിയെടുക്കാനും പഞ്ചായത്തിന് കഴിയില്ല എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓണററി ലൈഫ് വാർഡൻ അധികാരം എടുത്തു കളയണമെന്നുള്ള ശുപാർശ സർക്കാരിലേക്ക് പോയത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ വനംവകുപ്പ് മന്ത്രി ഈ വിഷയവുമായി പ്രതികരിച്ചിരുന്നു. ഈ വിഷയത്തിൽ പഞ്ചായത്തിന് ഇത്തരത്തിലൊരു നടപടി കൈക്കൊള്ളാൻ കഴിയില്ല, അതായത് തൻ്റെ കയ്യിലുള്ള ഒരു അധികാരമാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയത്. എന്നാൽ ഈ പഞ്ചായത്തിന്റെ ഈ നടപടി ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്, അതുകൊണ്ട് അത് തിരിച്ചെടുക്കാനുള്ള അധികാരവും എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് വനംവകുപ്പ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം കൂടിയാണ്. അതായത് ഈ വിഷയത്തിൽ വനംവകുപ്പ് എടുത്തത് വളരെ ധിക്കാരപരമായ നടപടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വ്യക്തമാണ്. രമ്യദാസാണ് വിവരങ്ങൾ നൽകിയത്. ചലഞ്ച് ചെയ്യുകയാണ് കെ സുനിൽ. ഒപ്പം ഈ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വനംവകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നു.